അപ്പോൾ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് കാർബൺ ഇൻ 360 gram ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഇതാണ് നമ്മൾ ഗ്ലൂക്കോസ് C6H12O6, റൈറ്റ്. അപ്പോൾ 360 gram ഓഫ് ഗ്ലൂക്കോസിൽ ഒരു ഗ്ലൂക്കോസിൻ്റെ ഒരു മോൾ ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ മാസ് എന്ന് വെച്ചാൽ മോളാർ മാസ് എത്ര 180 gram. സോ അത് 360/180 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 moles ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടെന്ന കാര്യം മനസ്സിലായി. 2 moles ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 moles ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടെന്ന കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ കാർബൺ കണ്ടെത്താൻ പറഞ്ഞാൽ 2 moles ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ എത്ര മോൾസ് ഓഫ് കാർബൺ ഉണ്ടാവും? 2 × 6, സോ 12 moles ഓഫ് കാർബൺ ഉണ്ട്. അപ്പോൾ ഒരു മോൾ ഓഫ് കാർബണിൻ്റെ വെയിറ്റ് എത്രയാണ്? 12 gram. അപ്പോൾ 12 മോൾസിൻ്റെ ആണെങ്കിലോ 12 × 12 144 grams. അത് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ഈ സാധനം എത്രയോ സാമ്പിൾ എടുത്തിന്, അത് എത്ര മോൾസ് ആണെന്ന് അറിയാം. ഞാൻ തൽക്കാലം എക്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, എന്നാൽ അത് 10 moles ഓഫ് ഓക്സിജൻ ആറ്റംസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ എന്ന് പറയാൻ എങ്ങനെയാണ്? ഇതിനകത്ത് ഇപ്പോൾ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 5 + 4 9 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഇത് എത്ര മോൾസ്? എക്സ് × 9 എന്ന് പറഞ്ഞാൽ 10 മോൾസ്. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സാമ്പിളുടെ മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സെപ്പറേറ്റ് ആറ്റംസിൻ്റെ മോൾസ് കണ്ടെത്താൻ വളരെ സിമ്പിളാണല്ലോ. ബിക്കോസ് സാമ്പിളുടെ മോൾസ് ഇൻറ്റു ഒരു ആറ്റത്തിൻ്റെ ഉള്ള നമ്പർ ഓഫ് ആ ഒരു മോളിക്യൂളിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും, റൈറ്റ്. സോ എക്സ് × 9 = 10 എന്ന് എഴുതാം. അന്നേരം എക്സ് എത്ര മോൾസ് ആണെന്ന് നമുക്ക് കിട്ടും? ദാറ്റ്സ് 10/9, റൈറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്ര മോൾസ് ഓഫ് ഈ പറഞ്ഞ സാമ്പിൾ എന്ന കാര്യം മനസ്സിലായി. ഇനിയോ എച്ച് ആറ്റംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാമ്പിളിൽ എത്ര മോൾസ് ഉണ്ട്? ഇത്ര മോൾസ് ഉണ്ട്, 10/9. ഇനി എത്ര ഹൈഡ്രജൻ ഇതിൻ്റെ അകത്തുണ്ട്? 10. സോ 10 × 10/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈഡ്രജൻ ആറ്റമിൻ്റെ മോൾസ് കിട്ടും? സോ 100/9 ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു സാമ്പിൾ ഉണ്ട്. എത്ര മോൾസ് തന്നിട്ടില്ല. ഓക്കെ, വി ഹാവ് 96 moles ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഞാൻ ഇതിനെ വിളിക്കുകയാണ് എക്സ് മോൾസ് ഉണ്ട് വിചാരിച്ചോ. ഓക്കെ, എക്സ് മോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മോൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൻ്റെ മോൾസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഇടാം? 24 × 2 42 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് കിട്ടുമെന്ന് മനസ്സിലാവും. അങ്ങനെ ആകുമ്പോൾ 48 24 × 2 48 × എക്സ് പറയാൻ പറ്റും തന്നിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് തന്നിട്ടുണ്ട് 96. അങ്ങനെയാകുമ്പോൾ എത്ര മോൾസ് ഓഫ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് കണ്ടെത്തി കൂടെ. അങ്ങനെ 2 moles ഓഫ് ഈ പറഞ്ഞ വലിയ സാധനം ഉണ്ടെന്ന് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ മോൾസ് എത്ര ഉണ്ട് മനസ്സിലായി. ഇനി ഇതിനകത്തുള്ള ഓക്സിജൻ ആറ്റംസ് എല്ലാം എന്തായിട്ട് മാറിയിട്ട്? ഓസോൺ ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്? അപ്പം ഇതിനകത്ത് എക്സ് മോൾസ്, എക്സിൻ്റെ അകത്ത് 2 moles ഈ പറഞ്ഞ സാധനമുണ്ട്, ശരി. അപ്പം ഓരോ മോളും എത്ര ഉണ്ട്? 4 × 3 12 12 + 4 16 16 + 24 16 + 24 എത്രയാണ്? 10. ഓക്കെ, 40. ശരി, അപ്പം 40 ഉണ്ട്. അപ്പോൾ നമുക്ക് 40 × ഈ പറഞ്ഞ എക്സ്, അത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിന് 2. അപ്പോൾ 80 moles ഓഫ് ഓക്സിജൻ ആറ്റം ഈ പറഞ്ഞ സാധനത്തിന് ഉള്ളിലുണ്ട് എന്ന് കാര്യം മനസ്സിലായി. 80 moles ഓഫ് ഓക്സിജൻ ആറ്റം. എന്നിട്ട് ഈ പറഞ്ഞ ഓക്സിജൻ ആറ്റംസിനെ കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ഓസോൺ ഉണ്ടാക്കുന്നത്. ആഹാ, നല്ല കാര്യം. അപ്പോൾ ഓസോൺ എത്ര മോൾസ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് 22.4 ലിറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ടും വോളിയം കിട്ടും. കാരണം ഒരു വോളിയം ഒരു മോൾ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ വോളിയം അറ്റ് STP എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്, റൈറ്റ്. അപ്പോൾ ഇത്രയും മോൾസ് ഉണ്ടെങ്കിൽ അത് 22.4 ലിറ്റർ ഇൻറ്റു ആ ഇത്രയും മോൾസ്. അപ്പോൾ എത്ര മോൾസ് ഓഫ് O3 കിട്ടണം? അപ്പം ഇത്ര മോൾസ് ഓഫ് O3യിൽ 80 moles ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മളെങ്ങനെയാണ് ആറ്റം കണ്ടെത്താനല്ലേ? ഒരു മോളിക്യൂളിൻ്റെ മോൾസ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആറ്റം കണ്ടെത്തും? ആ മോളിക്യൂളിൻ്റെ മോൾസ് ഇൻറ്റു അതിൻ്റെ ഉള്ളിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ്, അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ പറഞ്ഞ 80 moles, റൈറ്റ്. സോ പറഞ്ഞ എത്ര ഓസോൺ മോൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 80/3. ഇപ്പോൾ ഇത്രയും മോൾസ് ഓഫ് ഓസോൺ ഉണ്ടെന്ന് കാര്യം മനസ്സിലായി. ഇത്രയും മോൾസ് ഓഫ് ഓസോൺ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മോൾസ് ഇൻറ്റു 22.4 ലിറ്റർ എടുത്തിട്ട് കഴിഞ്ഞാൽ വോളിയം ഓഫ് ദാറ്റ് ഓസോൺ കിട്ടും. ദാറ്റ്സ് ഇറ്റ്, ഈസി വൺ. അപ്പോൾ ഇതൊരു പ്യുവർ അഡ്വാൻസ് ലെവൽ തന്നെയാണ് കാര്യം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇതാ ഇത്രയോ ആറ്റംസ് ഉണ്ട്. കൺവേർട്ട് നമ്മളെന്താണ് ഇതിൻ്റെ അകത്തുള്ള ഓക്സിജൻ ആറ്റംസ് എല്ലാം നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? O3 ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 450 ലിറ്റർ ആണ്, ശരി. അപ്പോൾ നമുക്ക് O3യുടെ വോളിയം കിട്ടിയിട്ടുണ്ട് 450. അങ്ങനെ ആകുമ്പോൾ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ഇസ് ഈക്വൽ മോൾ. അപ്പോൾ നമുക്ക് O3യുടെ മോൾ കിട്ടാൻ പറ്റും അല്ലേ? സിമ്പിളായിട്ട് 450 ഡിവൈഡഡ് ബൈ 22.4 അതെന്ന് പറഞ്ഞാൽ ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു 2/10 നമുക്ക് വിളിക്കാം. 20 moles വിളിക്കാം. ഏകദേശം ഒരു 20 moles എന്ന് പറയാം. അപ്പോൾ O3 എത്ര ഉണ്ട്? O3 മോളിക്യൂൾസ് 20 moles ഓഫ് O3 മോളിക്യൂൾസ് ഉണ്ടെന്ന കാര്യം. അപ്പോൾ 20 moles ഓഫ് ഓസോൺ ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്, ശരി.
അങ്ങനെ ആകുമ്പോൾ 20 മോൾസ് ഓഫ് O3 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? അത് 60 മോൾസ്. 20 to 60 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഈ പറഞ്ഞ 60 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം എവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്? ഡെഫിനറ്റ്ലി ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മോൾസ് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ മോൾസ് എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം, നമുക്ക് ഇനി ഓക്സിജൻ്റെ മോൾസ് നമുക്കറിയാം, ഓക്സിജൻ ആറ്റത്തിൻ്റെ മോൾസ് അറിയാം. ഓക്സിജൻ ആറ്റത്തിൻ്റെ മോൾസ് ആക്ച്വലി എങ്ങനെ കണ്ടെത്താം? ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഇൻറ്റു 10 14 ചെയ്ത് കഴിഞ്ഞാലാണ് ഓക്സിജൻ്റെ ആറ്റംസ് മോൾസ് കിട്ടുക. ഓക്സിജൻ്റെ എത്ര മോൾസ് ഓഫ് ആറ്റംസ് ഉണ്ട് മനസ്സിലാവും. അതോടുകൂടി അറിയാം 6 ആണ്. സോ ഇപ്പം നമുക്ക് ഇതിൻ്റെ മോൾസ് എത്രയാണെന്ന് അറിയാം. ദാറ്റ് ഈസ് 60 ഡിവൈഡഡ് ബൈ 14 കിട്ടി. ഇതിൻ്റെ മോൾസ് കിട്ടിയാൽ ഇതിൻ്റെ മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? സുഖമായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് കണ്ടെത്തിക്കൂടെ നമുക്ക്? ഇതിൻ്റെ ഈ മോൾസ് കിട്ടി, ഈ സാധനത്തിൻ്റെ. ആ സാധനത്തിൻ്റെ മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 ഇൻറ്റു 2, ബിക്കോസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 60 ബൈ 14 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് നമുക്ക് സുഖമായിട്ട്. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, H2 ഗ്യാസിൻ്റെ മോൾസ് കിട്ടണം. ഓക്കെ, അപ്പം H2 ഗ്യാസിൻ്റെ മോൾസിനെ ഞാൻ ഒന്നുകൂടി എക്സ് എന്ന് വിളിക്കുകയാണ്. ശരി, അപ്പം ആ എക്സ് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് എക്സ് എന്ന് വിളിക്കുകയാണ്. ഇത്രയും മോൾസ് ഓഫ് H2 ഗ്യാസിൻ്റെ വിചാരിച്ചോ. അപ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് എങ്ങനെ കണ്ടെത്താം? ഓൾറെഡി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് അറിയാം കേട്ടോ, പക്ഷേ അതിൽ നമുക്ക് എക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സോ എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോൾസ് ഇനി കിട്ടും, എക്സ് വെച്ചിട്ട് കിട്ടുമല്ലോ, സുഖമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഹൈഡ്രജൻ അല്ല, ഹൈഡ്രജൻ ഗ്യാസിൻ്റെ H2യുടെ ഗ്യാസിൻ്റെ മോൾസ് കിട്ടും. സോ H2 ഗ്യാസിൻ്റെ മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 22.4 ലിറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വോളിയമും കൂടി കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഇൻഫോർമേഷന് എന്ത് കണ്ടെത്തും? എത്ര മോൾസ് ഓഫ് O3 കണ്ടെത്തും. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തും? എത്ര മോൾസ് ഓഫ് O3 കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് കണ്ടെത്തും. ഓക്കെ, എന്നാൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നാണല്ലോ വന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര മോൾസ് ഓഫ് ഈ പറഞ്ഞ സാധനം ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ എത്ര മോൾസ് ഓഫ് ഈ പറഞ്ഞ സാധനം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര മോൾസ് ഓഫ് H2 ഗ്യാസ് ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ എത്ര മോൾസ് ഓഫ് H2 ഗ്യാസ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ലാസ്റ്റ് വോളിയം കണ്ടെത്താൻ പറ്റും. 22.4 ലിറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ വോളിയം ഓഫ് ദാറ്റ് H2 ഗ്യാസും കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി മെത്തേഡ്. ഇതൊരു അഡ്വാൻസ് ലെവലാണെന്ന് പറയുന്നത് സാറ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഇതും വീണ്ടും നമുക്ക് മോൾസ് തന്നിട്ടില്ല. 200 grams ഓഫ് mg ഓക്സിജൻ ആറ്റം ഉണ്ടെന്നാണ്. അപ്പോൾ ആദ്യം ഗ്രാംസ് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എത്ര മോൾസ് ഓഫ് ഓക്സിജൻ കാണിക്കൂടെ? 200 × 10⁻³ ഗിവൺ മാസ് ഡിവൈഡ് ബൈ 1 മോൾ ഓക്സിജൻ ആറ്റം. ദാറ്റ് മീൻസ് അതിൻ്റെ വെയിറ്റ്, 1 മോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസ് അത് എത്രയാണ്? 16 ആണ്, റൈറ്റ്? സോ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എന്താണ്? ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് മാഗ്നീഷ്യം ഇൻ ദിസ് സാമ്പിൾ. ഓക്കെ, ശരി. അപ്പം മാഗ്നീഷ്യത്തിന് വെയിറ്റ് കിട്ടണം. മാഗ്നീഷ്യത്തിന് വെയിറ്റ് കിട്ടണമെങ്കിൽ മാഗ്നീഷ്യത്തിൻ്റെ മോൾസ് കിട്ടിയാൽ പോരാ. കാരണം മാഗ്നീഷ്യത്തിൻ്റെ മോൾസ് ഇൻറ്റു 24 അതാണ് മോൾ അറ്റോമിക് മാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാഗ്നീഷ്യത്തിൻ്റെ വെയിറ്റ് കിട്ടും, വേണ്ട സാധനം. മാഗ്നീഷ്യത്തിൻ്റെ മോൾസ് എങ്ങനെ കണ്ടെത്തും? മാഗ്നീഷ്യത്തിൻ്റെ മോൾസ് കണ്ടെത്തണമെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ മോൾസ് കണ്ടെത്തണം. എന്നാൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ മോൾസ് കണ്ടെത്തിയാൽ അത് ഇവിടെയുള്ള ഒന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാഗ്നീഷ്യത്തിൻ്റെ മോൾസ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിൻ്റെ മോൾസ് എങ്ങനെ കണ്ടെത്തും? ഈ പറഞ്ഞ സാധനത്തിൻ്റെ മോൾസ് കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ ഒരു ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്, എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന്. അപ്പോൾ എങ്ങനെയായിരുന്നു എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം കണ്ടെത്താൻ? ഈ പറഞ്ഞ സാധനത്തിലുള്ള ഓക്സിജൻ എത്രയാണ്? ഇത് തൽക്കാലം ഞാൻ ഇതിനെ വിളിക്കാൻ, ഇത് എത്ര ഉണ്ട്? എക്സ് മോൾസ് ഉണ്ട് ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 7 + 4 11. ഞാൻ പറയും 11 × x. അതാണ് ആക്ച്വലി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്. അത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 200 × 10⁻³ ഡിവൈഡ് ബൈ 16. ശരിയാണല്ലോ. ഇവിടെ നമുക്ക് എക്സ് കണ്ടെത്തും. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ്. ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? mg കൊണ്ട്, ഒരു mg കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര mg മോൾസ് കിട്ടും. അപ്പം എത്ര നമ്പർ ഓഫ് mg മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഓഫ് mg കിട്ടും. സോ അതാണ് മെത്തേഡ്. ഓക്കെ, റേഷ്യോ ഓഫ് മാസസ് ഓഫ് ഓക്സിജൻ ആൻഡ് ഇവിടെ ഓക്സിജനും ഗ്യാസ് മിക്സ്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? ഇത് O2 ആയിട്ട് എടുക്കണം, N2 ആയിട്ട് എടുക്കണം. അത് ഗ്യാസസ് മിക്സ്ചറിൻ്റെ ആ ഒരു വേർഡിനെ കൊണ്ട് ഉപയോഗം ഇത് O2 N2 അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേ ബി 16 ചെയ്യും. പക്ഷേ 16 അല്ല 32 ആണ് ഗ്രാം മോളിക്കുലർ മാസ് ആണ്, ബിക്കോസ് ഇവിടെ മോളിക്യൂൾസ് ആയിട്ടാണ്. നമ്മൾ മാസസിൻ്റെ റേഷ്യോസിന് അത് 4:1 എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റത്തെ മാസിനെ എക്സ് വിളിക്കണം, മറ്റേ 4x എന്ന് വിളിക്കുന്നതിന് തരക്കടില്ല. രണ്ടിൻ്റെയും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പം മോളിക്യൂൾസ് എങ്ങനെ കണ്ടെത്താം? ആദ്യം മോൾസ് കണ്ടെത്തുക, റൈറ്റ്? മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് അത് എത്രയാണ്? എക്സ്. അതിന് ഓക്സിജൻ്റെ, റൈറ്റ്? ഓക്സിജൻ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് എത്രയാണ്? കാരണം ഒരു മോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് അതെന്ന് പറഞ്ഞാൽ 32 grams. സോ 32 grams ഹോൾ ഡിവൈഡ് ബൈ ഇത് ഇൻറ്റു എൻ ചെയ്യണം. അതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? കാരണം ഒരു മോളിൽ ഇത്ര എൻറ്റിറ്റീസ് ഉണ്ട്.
സോ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് ഡിവൈഡ് ബൈ 4x ഗിവൺ മാസ് ഡിവൈഡ് ബൈ നൈട്രജൻ്റെ എത്ര 28 ഇൻറ്റു Na. ഇത് റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ 7:32 ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് അടുത്ത പറഞ്ഞത് അറ്റോമിക് മാസ് ഓഫ് ദ എലമെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ടാൻ തീറ്റ വാല്യൂ വന്നിട്ട് 1.5 ഇൻറ്റു 10⁻22 അതെന്ന് പറഞ്ഞാൽ എന്താ y/x ആണല്ലോ. സോ നമ്പർ ഓഫ് ആറ്റംസ് ഡിവൈഡ് ബൈ വെയിറ്റ് ആണ്. നമ്പർ ഓഫ് ആറ്റംസ് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്പർ ഓഫ് ആറ്റംസ് ആദ്യം മോൾസ് കണ്ടെത്താം. സോ ഗിവൺ മാസ് അത് നമുക്കറിയില്ല, അതിന് വെയിറ്റ് എന്ന് വിളിക്കാം. ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ്. ഇവിടെ ഒരു ആറ്റമാണ് ഒരു എലമെൻ്റാണ് അറിയുന്നത്. സോ അറ്റോമിക് മാസ്. കാരണം മോൾസ് എന്ന് പറഞ്ഞാൽ എത്ര മാസ് ഉണ്ടോ ഡിവൈഡ് ബൈ അതിൻ്റെ ഒരു മോള് ആ ഒരു സാധനത്തിൻ്റെ ഗ്രാം, ഒരു മോൾ ആ ഒരു സാധനത്തിൻ്റെ വെയിറ്റ് ഡിവൈഡ് ചെയ്ത് ദാറ്റ് മീൻസ് അതായത് മോളിക്കുലർ മാസ് അതാണ് അറ്റോമിക് മാസ് അതാണ് നമ്മുടെ ചോദ്യത്തിന് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ അതിനെ എക്സ് വിളിക്കുകയാണ്. ഓക്കെ ഇൻറ്റു അടിയിൽ എന്താ ഉള്ളത് വെയിറ്റ് ഓൾറെഡി ഉണ്ട് ബിക്കോസ് y/x ആണല്ലോ, y/x വേണം. ഓക്കെ ഇത് നമ്പർ ഓഫ് ആറ്റംസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നമ്പർ ഓഫ് മോളിക്യൂൾസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു Na ഏതതിനാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇവിടെ രണ്ട് സെയിം തന്നെയാണ് ബിക്കോസ് ഒരു ആറ്റമേ ഉള്ളൂ, അതിന് ഒരു മോളിക്യൂളായിട്ട് വരാൻ Na. അപ്പോൾ ഇതെന്തായി = 1.5 ഇൻറ്റു സാധനം വെയിറ്റ് കട്ടായി. സോ ഇവിടുന്ന് എക്സ് കണ്ടെത്താൻ പറ്റും. Na ഡിവൈഡ് ബൈ 1.5 ഇൻറ്റു 10⁻22 എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതാണ് നമ്മുടെ അറ്റോമിക് മാസ്. അപ്പോൾ ഞാനിനി എന്താണ് നമ്മുടെ എക്സിൻ്റെ അറ്റോമിക് മാസിനെ എക്സ് എന്ന് വിളിക്കുകയാണ്, വൈയുടെ അറ്റോമിക് മാസിനെ വൈ എന്നും വിളിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് 10 ഗ്രാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. 0.1 മോൾ ഓഫ് XY2 എത്ര 10 ഗ്രാം വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മോളിന്ന് ഇതിലേക്ക് പോകണമെങ്കിൽ മോളിന്ന് ഗ്രാമിലേക്ക് പോകണം അല്ല. ഒരു മോൾസ് വന്നിട്ടുണ്ട്, എന്നിട്ട് എത്ര ഗ്രാം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ എന്ത് ചെയ്യും? മോൾ ഇൻറ്റു ഗ്രാം മോളിക്കുലർ മാസ് റൈറ്റ്. സോ ഞാൻ പറയും 10 ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവിടെ തന്ന വാല്യൂ ഉണ്ടല്ലോ, 10 ഗ്രാം എന്ന് അവർ തന്നിട്ടുള്ള വാല്യൂ, അതിനെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ തന്നിട്ടുള്ള മോള് ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് XY2 എന്ന് പറഞ്ഞാൽ ഒരു മോള് ഇതിൻ്റെ എക്സിൻ്റെ ഞാൻ പറയുന്നത് അതിൻ്റെ മോളിക്കുലർ മാസ് എക്സ് എന്ന് തന്നെ വിളിക്കുകയാണ്, അല്ല അറ്റോമിക് മാസ് എക്സ് എന്ന് വിളിക്കുകയാണ്. ഇതിൻ്റെത് അറ്റോമിക് മാസ് വൈ ആണ്. സോ ഇവിടെ 2y ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇതാണല്ലോ, ഇങ്ങനെയല്ല ആക്ച്വലി വേണ്ടത്. ശരിയാണ്. അതേപോലെ രണ്ടാമത്തേൽ 0.05 ഇൻറ്റു കാരണം ഇൻറ്റു ഇതിൽ എത്രയാണ്? 3. സോ 3x പ്ലസ് 2y = 9 ഗ്രാം തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈ കിട്ടും. എക്സും വൈ എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസാണ് അല്ല അറ്റോമിക് മാസാണ്. രണ്ടും കണ്ടെത്താം, സിമ്പിൾ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് വിൽ ബി ദ മോളിക്കുലർ റേറ്റ് ഓഫ് എ കോമ്പൗണ്ട് ഹാവിംഗ് 0.1% സൾഫർ. അപ്പോൾ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ആ കോമ്പൗണ്ടിൽ വെയിറ്റിൻ്റെ പെർസെൻറ്റേജിൽ 0.1% സൾഫർ ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ 0.1 എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ സൾഫറിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ്. ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് മോളിക്കുലർ വെയിറ്റ് റൈറ്റ്. ഒരു കോമ്പൗണ്ടിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതന്നെയല്ല മോളിക്കുലർ വെയിറ്റ്. സോ സൾഫറിൻ്റെ വെയിറ്റ് അത് നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ എത്ര സൾഫർ ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണോ? അല്ല. 2 സൾഫർ ഉണ്ടോ? 3 സൾഫർ ഉണ്ടോ? 2 സൾഫർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് 64 ആണ് അല്ലേ. 3 സൾഫർ ആണെങ്കിൽ 96 എന്ന് പറയാൻ പറ്റും. 4 സൾഫർ ആണെങ്കിൽ 128 എന്ന് പറയാൻ പറ്റും. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സൽക്കാരം അസ്യൂം ചെയ്യാണ് എത്രയോ സൾഫറാണ് 32 ഒറ്റ സൾഫറാണ് അസ്യൂം ചെയ്യുക. ഓക്കെ ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് അത് അറിഞ്ഞൂടാ, അതാണ് നമ്മുടെ മോളിക്കുലർ മാസ് = 0.1 ഇൻറ്റു 100 ആണ് കേട്ടോ. അന്നേരം എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 32,000 U. ഓക്കെ ഇത് നമ്മൾ ഗ്രാമിലല്ല എടുത്തത്. ഇപ്പം പറഞ്ഞ 32 എന്ന് പറഞ്ഞാൽ ഒരു സൾഫർ ആറ്റത്തിൻ്റെ മാസാണ്, അതാണ് യുവിൽ വരുന്നത്. പിന്നെ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾ ഉണ്ട്, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു മോളിക്യൂൾ, ആ മോളിക്യൂളിൻ്റെ വെയിറ്റ് ആണ്, അല്ലാണ്ട് ഒരു മോളിക്യൂളിൻ്റെ അല്ല. ഒരു മോളിക്യൂളിലാണെങ്കിലാണ് ഗ്രാം വരുള്ളൂ, പക്ഷേ ഇത് ഒരു മോളിക്യൂളിൻ്റെ വെയിറ്റ്, അത് യുവിൽ വരും. ഇനി 32,000 U മാത്രമേ വരുള്ളൂ. ഓപ്ഷൻ അല്ല, ചിലപ്പോൾ മേ ബി 2 സൾഫർ ആവാം. അപ്പോൾ 2 സൾഫർ ആവുന്ന സമയത്ത് കൂടെ എക്സ്ട്രാ 2 കൂടി ഉണ്ടാവും. അന്നേരം അത് മേ ബി 64,000 U ആവാം. ഇനി 3 സൾഫർ ആവാം, അന്നേരം 96,000 U ആവാം. അന്നേരം 4 സൾഫർ 128,000 U ആവാം. അപ്പോൾ അത് ഓപ്ഷൻ ഇല്ല, ക്വസ്റ്റനിൽ അങ്ങനെ ഗീവൺ അല്ല. അതുകൊണ്ട് എല്ലാ ഓപ്ഷൻ ശരിയാണ്. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ, എല്ലാ ഓപ്ഷൻ ശരിയായിട്ടുള്ള ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല ഒറ്റ സൾഫറാണുള്ളത്. നമുക്കറിയില്ല, നമുക്ക് അതിൻ്റെ ഫോർമുല ഒന്നും തന്നിട്ടില്ല ഏത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ആണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ കഴിയില്ല. ഇനി ക്വസ്റ്റനിൽ മിനിമം മോളിക്കുലർ വെയിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ഇത് പറയണം 32,000 എന്ന് പറയണം. അന്നേരം കറക്റ്റാണ്. മിനിമം മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സൾഫറേ ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്തു, അതാണ് മിനിമം കേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോബുലർ സോൾട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എങ്ങനെ വരാം? ഗ്ലോബുലർ സോൾട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10 മോൾ ഓഫ് വെള്ളവും അങ്ങനെ പറഞ്ഞു. വെയിറ്റ് ലോസാണ് ചോദിക്കുന്നത്. അപ്പോൾ 10 മോൾ ഓഫ് വെള്ളം, ഒരു മോൾ ഓഫ് വെള്ളത്തിൻ്റെ 18 ഗ്രാംസ് ആണ്. അപ്പോൾ 10 മോൾ എന്ന് പറഞ്ഞാൽ 150 ഗ്രാം എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഓപ്ഷൻ ശരിയാക്കും. പക്ഷേ അത് പക്ഷെ നമുക്ക് പറഞ്ഞിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല എത്ര ഗ്ലോബുലർ സോൾട്ട് എന്നുള്ള കാര്യം തന്നിട്ടുണ്ടോ? ഇല്ല. ഗ്ലോബുലർ സോൾട്ട് ഇപ്പോൾ 3 മോൾ തന്ന് അല്ലെങ്കിൽ 24 ഗ്രാംസ് തന്ന്, അത് എത്ര ഗ്രാംസ് ആയാലും നമുക്കത് പറയാൻ കഴിയില്ല എത്ര ഹീറ്റ് ഇടുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞു ഞാൻ 10 ഗ്രാംസ് ഗ്ലോബുലർ സോൾട്ട് എടുത്ത്, അന്നേരം ഞാൻ മേ ബി ചൂടാക്കുന്ന സമയത്ത് 1 ഗ്രാം അങ്ങോട്ട് പറന്ന് പോവായിരിക്കും.
ഞാൻ 20 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ മേ ബി 1 ഗ്രാമിനേക്കാളും കൂടുതൽ ഹീറ്റ് ലോസ് ചെയ്തിട്ടുണ്ടാവും. 10 ഗ്രാംസ് ലോസ് ആവാം. പറയാൻ കഴിയില്ല, ഏത് ഓപ്ഷനും വേണ്ടി ശരിയാവാം അല്ലേ. നമുക്കിവിടെ വെയിറ്റ് തന്നിട്ടില്ല ഗ്ലോബുലർ സോൾട്ടിൻ്റെ. അപ്പോൾ അത് രണ്ട് അങ്ങനെ നമ്മൾ ഇത്രയും വെയിറ്റ് ലോസ് ഇങ്ങനെ നടത്താം. സോ എല്ലാ ഓപ്ഷനും ശരിയായിട്ട് വരും. പക്ഷേ പെർസെൻറ്റേജ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും അല്ലേ, അതെപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ 1 മോൾ എടുത്ത് 2 മോൾ എടുത്ത് സെയിം 6 മോൾ എടുത്ത് കഴിഞ്ഞാലും ആദ്യം ഉണ്ടായ സബ്സ്റ്റൻസ് നിന്ന് ലാസ്റ്റ് പോയ സബ്സ്റ്റൻസ് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് പെർസെൻറ്റേജ് വെയിറ്റ് ലോസ് എപ്പോഴും കണക്കായിരിക്കും. എങ്ങനെ പോയാലും 10 മോൾ തന്നെ ഏതൊന്നും പോകാൻ. പക്ഷേ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്ന എത്ര എമൗണ്ടോ നമുക്ക് അറിയില്ല, പക്ഷേ 10 മോളായിട്ട് തന്നെ പോകാൻ. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം അസ്യൂം ചെയ്യാണ് ഇതൊരു മോൾ ഉണ്ടെന്ന് വിചാരിക്കുക. 1 മോൾ നമ്മൾ പെർസെൻറ്റേജ് എടുക്കുന്ന സമയത്ത് മോൾ എന്തായാലും സെയിം ടേംസ് ആയതുകൊണ്ട് അതിപ്പോൾ ഞാൻ 1 മോൾ എടുത്ത് അല്ലെങ്കിൽ 1 ഗ്രാം എടുത്ത് അല്ലെങ്കിൽ 2 ഗ്രാം എടുത്ത് അതൊന്നും അറിയില്ല, അതെല്ലാം സെയിം ആയിരിക്കും. എൻ്റെ കൺവീനിയൻസ് ഞാൻ ഇതൊരു 1 മോൾ എന്ന് വിചാരിക്കുക. 1 മോൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് 10 മോൾ H2O പോകുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലായിട്ട് എത്ര പെർസെൻറ്റേജ് വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ 10 മോളുടെ ഇതിനകത്ത് ഗ്രാംസ് എത്രയാണ്, 10 × 18 അല്ലേ. സോ 150 ഗ്രാംസ് ഉണ്ട്. ടോട്ടൽ എത്രയാണ്, എല്ലാത്തിൻ്റെയും മോളിക്കുലർ മാസ് 322 ആണ് ഇൻറ്റു 100. അന്നേരം പെർസെൻറ്റേജ് വെയിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ എത്ര വെയിറ്റ് ലോസ് ചെയ്യുന്നു അത് നമ്മൾ ക്വസ്റ്റ്യൻ ഗിവൺ അനുസരിച്ചേ പറയാൻ കഴിയുള്ളൂ. ഈ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല അല്ലേ. ഇതിന് ചൂടായി കഴിഞ്ഞാൽ 10 മോൾ H2O പോകുന്നുണ്ടെന്ന് കാര്യം അറിയാൻ